ഏതു വിധേനയും റോയൽസിന്റെ റൺ റേറ്റ് പിടിച്ചു നിർത്തണം, ബ്രേക്ക് ത്രൂ വിക്കറ്റ് നേടിയെടുക്കണം. ബുംറയെ പന്തേൽപ്പിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രൈക്കിംഗ് എൻഡിൽ വൈഭവ് സൂര്യവംശി. IPL-ൽ ഇരുവരും ആദ്യമായി നേർക്കുനേർ. ബുംറയുടെ കുതിച്ചെത്തിയ മിഡിൽ ആൻഡിലേക്ക് അതിവേഗ പന്തിനെ മിഡോണിലൂടെ ഗാലറിലെത്തിച്ച വൈഭവിൻ്റെ പവർഫുൾ ഹിറ്റ്. സെൻസേഷണൽ, ആൻ എക്സെപ്ഷണൽ ടാലൻറ്റ്. കമൻട്രി ബോക്സിൽ നിന്ന് ഈ സമയം ഉയർന്നു കേട്ടത് ഇങ്ങനെയായിരുന്നു. ഹോം ആരാധകരിൽ നിന്ന് നിർത്താത്ത കരഘോഷം. സിക്സർ പറത്തി കഴിഞ്ഞ വർഷം IPL അക്കൗണ്ട് തുറന്ന 15-കാരൻ ബുംറയ്ക്കെതിരായ ആദ്യ പന്തിലും സിക്സർ നേടി. ആദ്യ ഓവറിലെ 4-ാം പന്തിൽ ഡീപ് സ്ക്വയർ ലെഗിലൂടെ വൈഭവിൻ്റെ മറ്റൊരു മാസീവ് ഹിറ്റിനും ആരാധകർ സാക്ഷ്യം വഹിച്ചു. ലോക ക്രിക്കറ്റിലെ നമ്പർ 1 ബോളറായ 32-കാരനെതിരെ കോൺഫിഡൻസ് ഷോട്ട് തീർത്ത് 15-കാരൻ്റെ പകർന്നാട്ടം. ഇതുവരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടില്ലെങ്കിലും ലോകത്തിലെ മികച്ച ബാറ്റ്സ്മാൻമാരിലേക്കുള്ള ഇടങ്കയൻ ബാറ്ററുടെ ട്രാൻസ്ഫോർമേഷൻ വ്യക്തമാക്കുന്നതുകൂടിയായിരുന്നു ആ 2 ഹിറ്റുകൾ. തൊട്ടടുത്ത് ഓവർ എറിഞ്ഞ ട്രെന്റ് ബോൾട്ടിനും രക്ഷയുണ്ടായിരുന്നില്ല. ബാക്ക് ടു ബാക്ക് സിക്സറുമായാണ് ജയ്സ്വാൾ എതിരേറ്റത്. 4-ാം പന്തിൽ വൈഭവും ബോൾട്ടിനെ കണക്കിന് പ്രഹരിച്ചു. മുംബൈയുടെ BBC സഖ്യം നിരായുധരാകുന്ന ദയനീയ കാഴ്ച. 3-ാം ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ അപ്പോൾ 58 റൺസാണ് ഉണ്ടായിരുന്നത്. വെറും 66 പന്തിൻ്റെ മത്സരത്തിൽ ഇതിലും മികച്ചൊരു തുടക്കം രാജസ്ഥാന് ഇനി ലഭിക്കാനില്ല. ഷർദുൽ ഠാക്കൂറിൻ്റെ 5-ാം ഓവറിലെ അവസാന പന്ത് മിസ്ഹിറ്റായി വൈഭവ് കൂടാരം കയറുമ്പോൾ രാജസ്ഥാൻ സ്കോർ 80-ലേക്ക് കുതിച്ചു കയറിയിരുന്നു. റൺ റേറ്റ് 16-ന് മുകളിൽ. 14 പന്തിൽ 1 ഫോറും 4 സിക്സറും അടക്കം 39 റൺസുമായി തൻ്റെ ദൗത്യം ഭംഗിയാക്കിയാണ് 15-കാരൻ മടങ്ങിയത്. വൈഭവ് മടങ്ങിയെങ്കിലും ജയ്സ്വാൾ ഫിയർലെസ് ബാറ്റിംഗുമായി കളനിറഞ്ഞതോടെ കൂറ്റൻ ടോട്ടലിലേക്ക് മുന്നേറാൻ രാജസ്ഥാനായി. T20 ടീമിൽ നിന്ന് തന്നെ അധികകാലം മാറ്റി നിർത്താനാവില്ലെന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിരുന്നു ജയ്സ്വാളിൻ്റെ ഈ മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ്. മോശം പന്തുകളെ മാത്രം നേരിട്ട് 24-കാരൻ സീസണിലെ 2-ാം 50-യാണ് സ്വന്തമാക്കിയത്.